അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ ഒരു വീടും ഒരു മുറിയും ഉണ്ടായിരുന്നു. അത് ബാബാ റൂം തന്നെയായിരുന്നു. വളരെ നല്ല ഒന്നായിരുന്നു, വളരെ സുന്ദരമായിരുന്നു. അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബാ റൂമും പിന്നെ അതിനു പുറത്ത് ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക എന്നും എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ബാബ പറഞ്ഞു, പലരുടെയും ഓർമ്മകൾ, വിശേഷിച്ച് യുഗൾ ആയവരുടെ ഓർമ്മകളും ബാബയുടെ മറ്റ് അനന്യരായ കുട്ടികളുടെ ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ആരാണോ യുഗൾ ജോഡി, ബാബ ആ കുട്ടികളെ, അവരുടെ വിശേഷതകൾ നോക്കുകയാണ്. യുഗൾ ആയ പല കുട്ടികളും രണ്ട് ഭാഗത്തും, ലൗകികവും അലൗകികവും, ആ പരിവാരത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നു. ചില കുട്ടികൾ അവരുടെ വീട്ടിൽ ബാബാ റൂമും ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണോ സെന്ററിൻ്റെ അന്തരീക്ഷം പലയിടത്തെയും ബാബാ റൂം ഉണ്ടാക്കുന്നത്, അതേ രൂപത്തിൽ നടക്കുന്നു. അതിനാൽ ബാബ റൂമിന് പുറത്ത് ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബാബ വിശേഷിച്ച് ഭട്ടിയിൽ വന്നിരിക്കുന്ന യുഗൾ ആയവരെ നോക്കുകയാണ്, ദൃഷ്ടി പതിപ്പിക്കുകയാണ്. ഇത് എൻ്റെ വിശേഷ അക്ഷീണ സേവാധാരിയും ഡബിൾ സേവാധാരിയും ആയ യുഗൾ ജോഡിയാണ്. പിന്നെ ബാബ പറഞ്ഞു, ബാബ ഓരോരുത്തരുടെയും സ്ഥാനത്തെ നോക്കുന്നു, ഓരോരുത്തരുടെയും വീടിനെ നോക്കുന്നു. കേവലം സെന്ററിൽ മാത്രമല്ല ചുറ്റി സഞ്ചരിക്കുന്നത്, വീടുകളിലും ചുറ്റി സഞ്ചരിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടികളോട് താഴെ പോയ ശേഷം ചോദിക്കണം, എത്ര യുഗൾ തങ്ങളുടെ വീടിനെ ക്ഷേത്രമാക്കി മാറ്റി, ബാബാ റൂമാക്കി മാറ്റി? ബാബ പറഞ്ഞു, കൈ വളരെ പേർ ഉയർത്തും. ബാബ പറഞ്ഞു, ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടികൾ വിശേഷ രൂപത്തിൽ ഒരു ചെറിയൊരു സ്ഥാനം തിരഞ്ഞെടുത്ത് ബാബാ റൂം ആക്കണം. കാരണം നിങ്ങൾ യുഗൾ ജോഡിയാണ്. വീടിനെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ വിശേഷിച്ച് പ്രവൃത്തിയിൽ, അതായത് കുടുംബത്തിൽ ഇരിക്കുന്നവരോട് ബാബ ഇതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലൗകികത്തിലുള്ള ആരെങ്കിലും അവിടെ വന്നാൽ അവർക്ക് അവിടെയുള്ള അന്തരീക്ഷം അത്രയും പവർഫുള്ളായി തോന്നണം. അവർക്ക് അതൊരു വീടായി തോന്നരുത്, ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമായി തോന്നണം. അങ്ങനെ അനുഭവപ്പെടുകയും വേണം. ഇതാണ് യുഗൾ ജോഡികളുടെ അതിശയം. ബാബ പറഞ്ഞു, ബാബ കുമാരിമാർക്ക് 1-ാം നമ്പർ നൽകുന്നുവെങ്കിലും സേവനത്തിൻ്റെ മേഖലയിൽ, കർമ്മക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൽ എൻ്റെ ഈ യുഗൾ ജോഡികൾ കുടുംബത്തിലിരുന്നു കൊണ്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിക്കൊണ്ട് ബാബയുടേതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ കുട്ടികളുടെ വളരെ വലിയ അതിശയമാണ്. അതിനാൽ ബാബ തൻ്റെ വിശേഷ യുഗളായ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു, ഇവർ വാഹനത്തിൻ്റെ 2 ചക്രങ്ങളാണ്. യുഗൾ ജോഡി വാഹനത്തിൻ്റെ ചക്രങ്ങളാണ്. അഥവാ ചക്രങ്ങൾ ശരിയായ രീതിയിൽ ചലിക്കുകയാണെങ്കിൽ വാഹനം അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. യുഗൾ ജോഡി സ്വയം സേവനം ചെയ്ത് സ്വയം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മുന്നോട്ട് പോകണം. ഒരു പ്രകാരത്തിലും വാഹനം നിന്നു പോകരുത്. ഏതെങ്കിലും പരിതസ്ഥിതി ഉണ്ടായാലും ഏതെങ്കിലും കാര്യം ഉണ്ടായാലും
ബാബയുടെ ഏതെങ്കിലും കാര്യത്തിൽ സംശയം വന്നുപോയാലും വാഹനത്തിലെ ഇരുചക്രങ്ങളും ഒരു ചക്രം പോലും നിന്നു പോകരുത്. അപ്പോൾ ഇന്ന് ബാബ വന്നു ചേർന്ന യുഗൾ ജോഡി ആരാണോ, ചില സഹോദരന്മാരായിരിക്കും വന്നത്. അവരുടെ യുഗൾ ജോഡി വന്നിട്ടുണ്ടാകില്ല. ചിലപ്പോൾ യുഗൾ വന്നിട്ടുണ്ടാകും, സഹോദരൻ വന്നിട്ടുണ്ടാകില്ല. എന്നാൽ ബാബ ഇന്ന് എല്ലാവർക്കും വിശേഷ രൂപത്തിൽ ഓരോരുത്തർക്കും വളരെ സ്നേഹത്തോടെ ദൃഷ്ടി നൽകുകയായിരുന്നു, ഉപരി ആക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, പരിധിയില്ലാത്ത കുട്ടികൾ പരിധിയില്ലാത്തതിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാബ ഇന്ന് എല്ലാ കുട്ടികളെയും വിശേഷിച്ച് എമർജ് ചെയ്തുകൊണ്ട് ഈ വിശേഷ വരദാനം നൽകുകയാണ്. വീടിനെ ക്ഷേത്രമാക്കി മാറ്റണം. കുട്ടികളായ നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ലോകത്തിലെ മറ്റൊരു വ്യക്തിത്വത്തിനും മറ്റൊരു ആത്മാവിനും ഏതൊന്നാണോ ചെയ്യുവാൻ സാധിക്കാത്തത്, അത് ബാബയുടെ കുട്ടികൾ കർമ്മത്തിൽ കൊണ്ടുവരുന്നു. അതുപോലെ നടക്കുന്നു. ഇത്രയും ബാബ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ഈ ഭോഗിലും പല ആത്മാക്കളുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ നിറഞ്ഞിരിക്കുകയാണ്. ഭോഗിലും വളരെയധികം ഭാവനയുണ്ട്. അപ്പോൾ എപ്പോഴാണോ വിശേഷിച്ച് ഭോഗിൻ്റെ താലം എത്തിച്ചേരുന്നത്, അപ്പോൾ ബാബയും വിശേഷിച്ച് ആ താലത്തിൽ ഭോഗിൽ അത്രയും ശക്തി നൽകുന്നു. അത് കാരണം അത് കഴിക്കുമ്പോൾ എത്ര തന്നെ പരിതസ്ഥിതികൾ ഉണ്ടായിരുന്നാലും കാര്യങ്ങൾ വന്നിരുന്നാലും ആത്മാവ് തൃപ്തമാകുന്നു, സന്തോഷിക്കുന്നു, അവരുടെ പാപങ്ങളും ഇല്ലാതാകുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ വിശേഷിച്ച് നിങ്ങൾ എല്ലാ സഹോദരീ സഹോദരന്മാർക്ക് വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.